പത്തനംതിട്ട കലഞ്ഞൂരിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കഞ്ചോട് മനു ആണ് കൊല്ലപ്പെട്ടത്. ശിവപ്രസാദ് എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു തർക്കമുണ്ടായത്. ശ്രീ കെ അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു തർക്കത്തിന് കാരണം? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിലാൽ? മോത്തി, കലഞ്ഞൂർ ഒന്നാംകുറ്റിയിൽ കൊലപാതകം നടന്ന വീടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ശിവപ്രസാദ് എന്ന ആളും അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. സുഹൃത്ത് ഇവിടെ നേരെക്കുറെ 1 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിൽ താമസിച്ചു വന്ന മനുവാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ഇന്നലെ രാത്രി ഇവിടെ ഒന്നിച്ചു കൂടുകയും മദ്യപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതിനെ തുടർന്ന് ഉണ്ടായ തർക്കത്തിനിടയിലാണ് മനു കൊല്ലപ്പെടുന്നത്. മനുവിൻ്റെ അദ്ദേഹം വിവാഹിതനും 35 വയസ്സ് പ്രായമുള്ള ആളാണ്. ഹിറ്റാച്ചി അതോടൊപ്പം തന്നെ ടിപ്പർ ലോറി ഉടമയാണ് മനു. ഇന്നലെ രാത്രി 3:30 സമീപത്ത് താമസക്കാരി കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം സിബിയുടെ വീട്ടിൽ ശിവപ്രസാദ് എത്തുകയും അവരുടെ ഭർത്താവ് രതീഷിനോട് ഈ സംഭവങ്ങൾ വിവരിക്കുകയും അങ്ങനെ സഹായം അഭ്യർത്ഥിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം രതീഷ് ഈ വീട്ടിലെത്തി നോക്കുമ്പോൾ ഹാളിൽ കമന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മനുവിൻ്റെ ശരീരം എന്നുള്ളതാണ്. രതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ വരുമ്പോൾ തന്നെ ആളിന് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആണെന്ന് തോന്നുന്നു. ഞാൻ ശ്വാസമില്ലാത്ത അവസ്ഥയിലായിരുന്നു. മരിച്ചു കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ത് സംഭവിച്ചു എന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്? ശിവപ്രസാദ് പറഞ്ഞ ഒരു 3-3:30 വെളുപ്പിനെ 3-3:30 വീട്ടിലോട്ട് വരുന്നു. എൻ്റെ വൈഫ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അവിടെ വന്നു. എനിക്ക് പനിയായിട്ട് കിടന്നതുകൊണ്ട് ഇദ്ദേഹം ഫോൺ വിളിച്ചിരുന്നു. ഞാൻ എടുത്തില്ലായിരുന്നു, അറിഞ്ഞില്ല. വീട്ടിൽ വന്ന് വിളിക്കുന്നു. ഇറങ്ങി ചെല്ലുമ്പോഴാണ് പറയുന്നത്, എണ്ണ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഹിറ്റാച്ചി ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഈ മനുവും ശിവപ്രസാദ് സുഹൃത്തുക്കളാണ്. ഹിറ്റാച്ചിയുടെ ഒരു പണിയുണ്ടായിരുന്നു. പണി കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ മദ്യപിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തർക്കമുണ്ടായി. അങ്ങനെ അടിയുണ്ടായിരുന്നു. ശിവപ്രസാദിൻ്റെ ദേഹത്ത് മനു കടിച്ച പാടുണ്ട്. എന്നെ കാണിച്ച്. അങ്ങനെ കടിച്ചപ്പോൾ ഞാൻ പിടിച്ച് തൊഴിച്ച് മറിഞ്ഞിടിച്ച് വീണ് ടീപ്പോയിലോ സോബയിലോ അങ്ങോട്ട് കൊണ്ടതായിരിക്കും. തലയ്ക്കൊരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിടക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു. ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആംബുലൻസ് വിളിക്കുന്നു. എന്നിട്ട് ഞാനും ശിവപ്രസാദിൻ്റെ കൂടെ നേരം വേറൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള. ഞങ്ങളൊന്ന് നോക്കിയപ്പം ഇങ്ങനെ കമന്ന് കിടക്കുക എന്നതാണ്. എന്നിട്ട് ആംബുലൻസിൽ വന്ന ആംബുലൻസ് ഡ്രൈവറും ശിവപ്രസാദോടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പത്തനാരി EMS ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചലനം ഉള്ളതായിട്ട് സംശയിക്കുന്നുണ്ടായിരുന്നോ? ഒന്നും കണ്ടില്ല. അതിനുശേഷം മനു കൂടി ആംബുലൻസിലുണ്ടായിരുന്നു. അല്ല, ശിവപ്രസാദും ആംബുലൻസ് ഡ്രൈവറേ ഉള്ളായിരുന്നു. അവരാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പോയില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ സ്റ്റേഷനിൽ ഇവരെ അറിയിക്കുകയും ചെയ്തു. വൈഫ് വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ശിവപ്രസാദ് അവിടുന്ന് മുങ്ങിയെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ ശിവപ്രസാദ് വിളിച്ചു. അവർ ECG എടുക്കുന്നു. ഞാൻ നേരം എന്തെങ്ങനെ കാര്യങ്ങൾ ECG എടുക്കുന്നു. ഞാൻ പറഞ്ഞു, നീ എവിടെ? അന്നേരം വെളിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെയാണ് മൊബൈൽ സ്വിച്ച് ഓഫാണ്. പിന്നെ കിട്ടുന്നതല്ല. ഈ കൊല്ലപ്പെട്ട മനുവിൻ്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? മനുവിനെ സംബന്ധിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ അടുത്ത് ഞങ്ങളുടെ വാർഡുകാരൻ തന്നെയാണ്. പിന്നെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണുള്ളത്. ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഈ രാത്രികാലങ്ങളിലൊക്കെ പുള്ളിക്ക് പകലൊക്കെ പണിയുണ്ട്. ഈ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പം പുള്ളി രാത്രിയിലാണ് വന്ന് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാറുള്ളത്. ഈ ശിവപ്രസാദിൻ്റെ കുടുംബ പശ്ചാത്തലം അദ്ദേഹം മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മയും സഹോദരിയും പിന്നെ UK-യിലാണ്. അദ്ദേഹം കുറച്ച് നാളായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ്. ഈ സംഭവശേഷം സഹായം അഭ്യർത്ഥിച്ച് തൊട്ട് അയൽവീട്ടിലെ അംഗമായ ഗ്രാമപഞ്ചായത്ത് അംഗം സിബിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ സിബിയുടെ ഭർത്താവ് രതീഷിൻ്റെ സഹായം തേടി മറ്റൊരു സുഹൃത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ ആയിരുന്ന, പിന്നീട് മരിച്ച അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള മനുവിനെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത് സുഹൃത്തും ശിവപ്രസാദുമാണ് ആംബുലൻസിലൊപ്പം ഉണ്ടായിരുന്ന ശേഷം മനുവിനെ പത്തനാപുരത്തെ EMS ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും ശിവപ്രസാദ് കടന്നു. ശിവപ്രസാദിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏത് മേഖലയിലേക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് കണ്ടെത്തുന്നതിനായി മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച് വരികയാണ് പോലീസ്. നിലവിൽ ഏത് മേഖലയിലാണ് കണ്ടെത്തട്ടെ എന്ന് കരുതാം.